ഇനി എറണാകുളം മണ്ഡലത്തിൻ്റെ വിശേഷങ്ങളുമായി സാലി ചേരുന്നു. സാലി, എറണാകുളത്തെ ഒരു സാഹചര്യം നമുക്കറിയാം. എപ്പോഴും UDFന് ഒരു മുൻതൂക്കം നൽകുന്ന മണ്ഡലമാണ് എറണാകുളം. ഇത്തവണ എങ്ങനെയാണ്? അതായത് UDF ക്യാമ്പ് വലിയ പ്രതീക്ഷയിലാണ് എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം എറണാകുളത്തെ തെരഞ്ഞെടുപ്പ് ചരിത്രം അതങ്ങനെ തന്നെയാണ് സൂചന നൽകുന്നതും. പക്ഷേ ഇടത് ക്യാമ്പും സജീവമായി തന്നെ പ്രചരണ രംഗത്ത് വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോയിരുന്നു എന്ന കാര്യത്തിൽ തർക്കവുമില്ല. കാരണം അവരും ഇപ്പോൾ വലിയ ആകാംക്ഷയിലും പ്രതീക്ഷയിലുമാണ്. അതിന് 2-3 കാരണങ്ങളുണ്ട് ഇടത് ക്യാമ്പിൻ്റെ പ്രതീക്ഷയ്ക്ക്. ഒന്ന്, എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം 1,69,200 വോട്ടുകൾക്കാണ് കഴിഞ്ഞ തവണ ഹൈബി ഈഡൻ മന്ത്രി, ഇപ്പോഴത്തെ മന്ത്രി P. രാജീവിനെ പരാജയപ്പെടുത്തിയത്. അതിനുശേഷം ജില്ലയിലാകമാനം അല്ലെങ്കിൽ മണ്ഡലത്തിലാകമാനം ഉണ്ടായ പല വിഷയങ്ങളിലുള്ള സജീവമായ ഇടപെടലുകൾ ഒക്കെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ നൽകുന്നൊരു ഘടകമായി അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒന്ന്, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം അത് എറണാകുളം ലോക്സഭാ മണ്ഡല അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ കേവലം 9,000 വോട്ടിന് ലീഡ് മാത്രമാണ് UDFൻ്റെ ശക്തി കേന്ദ്രം എന്നറിയപ്പെടുന്ന എറണാകുളം ലോക്സഭാ മണ്ഡല പരിധിയിൽ 9,000 വോട്ടിൻ്റെ ലീഡ് മാത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് നേടാനായത്. 4 UDFനൊപ്പം 3 LDFനൊപ്പവുമാണ് നിയമസഭാ മണ്ഡലങ്ങളുടെ കണക്ക് എന്നതും വ്യക്തമാണ്. അപ്പോൾ വളരെ നേരിയ ഒരു മാർജിൻ മാത്രമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ UDFന് ഈ മണ്ഡലത്തിൽ അവകാശപ്പെടാനുള്ളൂ എന്നുള്ളതാണ് ഈ സമീപകാല തെരഞ്ഞെടുപ്പ്, ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ 2021 തെരഞ്ഞെടുപ്പ് ഫലം സൂചന നൽകുന്നത്. മറ്റൊന്ന്, ഇടതുപക്ഷത്തിൻ്റെ മറ്റൊരു പ്രതീക്ഷയുണ്ട്, ഒരു വളരെ പ്രധാനപ്പെട്ടതാണത്. ഒന്ന്, ഇടതുപക്ഷത്തിൻ്റെ എല്ലാ സ്വന്തം വോട്ടുകളും ഇക്കാര്യത്തിൽ പൂർണ്ണമായി ഇടതുപക്ഷത്തോടൊപ്പം തന്നെ ലഭിച്ചിട്ടുണ്ട് എന്ന് ഉറച്ച വിശ്വാസം ഇടതുപക്ഷത്തിനുണ്ട്. മറ്റൊന്ന്, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ഡലത്തിൽ പുതിയൊരു സ്ഥാനാർത്ഥി രംഗപ്രവേശം ചെയ്തു. ഇടതുപക്ഷം ഒരു പുതിയ സ്ഥാനാർത്ഥി അവതരിപ്പിച്ചു. ആ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആ സ്ഥാനാർത്ഥിക്ക് വ്യക്തിബന്ധങ്ങൾ അനവധിയുണ്ട്. ആ വ്യക്തിബന്ധങ്ങൾ വോട്ടായി മാറും എന്ന് തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രതീക്ഷ. UDF അവരുടെ പരമ്പരാഗത ശക്തി കേന്ദ്രത്തിൽ ശക്തി നിലനിർത്തും എന്ന പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും വെച്ച് പുലർത്തുന്നത്.